സ്വാമിജി ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചല്ലേ? ജ്യോതിഷത്തെക്കുറിച്ച്. ജ്യോതിഷം എന്നാൽ എന്താ സ്വാമിജി? അതെ, ഈ ആഴ്ചകള്, ദിവസങ്ങള്, മാസങ്ങള്, കൊല്ലങ്ങള് ഇതെല്ലാം ജ്യോതിഷത്തിന്റെ നിയമമാണെന്ന് മനുഷ്യൻ അറിയുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ജ്യോതിഷം എന്താണെന്ന് മനുഷ്യൻ അറിയുന്നില്ല, ജ്യോതിഷത്തിന്റെ നിയമം മനുഷ്യൻ അറിയുന്നില്ല, കാലത്തെ കുറിച്ച് പറയുന്നത് അറിയുന്നില്ല, ദേശത്തെ കുറിച്ച് പറയുന്ന അറിയുന്നില്ല. ഒന്നും അറിയാതെ ഇങ്ങനെ ആരോ പറഞ്ഞത് വിശ്വസിച്ച് നടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞായർ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യനാണ് ഇന്ന് രാവിലെ ഉദിച്ചത്. നാളെ രാവിലെ ഉദിക്കുന്നത് ചന്ദ്രനാണ്, മറ്റന്നാള് ചൊവ്വയാണ്, അതിനെ വിറ്റത് ബുധനാണ്. അത് സെറ്റ് ചെയ്ത് വെച്ചില്ല. ഈ സൗരയൂഥം സെറ്റ് ചെയ്ത് വെച്ചല്ലേ, അത് സെറ്റ് ചെയ്ത് വെച്ചാണ് നമ്മുടെ ജ്യോതിഷം. അത് മാറൂല, അതൊരിക്കലും മാറൂല. മാറുവോ? ഇല്ല. സൗരയൂഥം സെറ്റ് ചെയ്ത് വെച്ചല്ലേ. സൗരയൂഥം എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? സൂര്യനും കുടുംബങ്ങളും അത് സെറ്റ് ചെയ്ത് വെച്ചല്ലേ. അത് സൂര്യനെ പ്രതീക്ഷണം വെക്കുന്ന ഗ്രഹങ്ങളുടെ കണക്കാണ് ദശാകാലം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കാന്നാണ് അധികം പേര് ചോദിക്കുന്നത്. ഓരോ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഊർജ തരംഗങ്ങളുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന ഊർജ തരംഗങ്ങളല്ലേ ഭൂമുഖത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരമായിട്ട് പരിണമിക്കുന്നത്. നമ്മുടെ ആഹാരം പോലും സൂര്യന്റെ ഊർജമല്ലേ? അതെ. അപ്പൊ സൂര്യനിൽ നിന്ന് മാത്രമല്ലല്ലോ ഊർജം വരുന്നത്. ഊർജം എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും വരുന്നുണ്ടല്ലോ. ആ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഊർജം നമ്മൾക്ക് ലഭിക്കാതെ പോകുമ്പോഴാണ് നമ്മൾക്ക് ദോഷം ആ ഗ്രഹങ്ങൾ ചെയ്യുന്നു എന്ന് അജ്ഞാനികൾ പറയുന്നത്. ഗ്രഹങ്ങൾ ദോഷമല്ല നമുക്ക് ചെയ്യുന്നത്, ഗുണമാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഗുണമാണ് ചെയ്യുന്നത് നമുക്ക് അറിയുന്നേ ഇല്ല. ഉണ്ടോ? എന്നിട്ട് പറയും ചൊവ്വ ദോഷം ചെയ്യുന്നു. ഒരു ഗ്രഹവും മനുഷ്യനെയോ മറ്റു ജീവജാലങ്ങൾക്കോ ദോഷം ചെയ്യാനല്ല പ്രകൃതി മാതാവ് ഇത് സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. മനസ്സിലായോ? അവർക്ക് ഗുണം ചെയ്യാനും തന്നെയാണ്. പക്ഷെ നമ്മുടെ അജ്ഞത കൊണ്ട് ഗ്രഹദോഷം എന്ന് പറയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതെന്താ അങ്ങനെ പറയുന്നേ? എന്താ? ആ ഗ്രഹങ്ങൾ ദോഷം ചെയ്യുന്നില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് ഊർജദാതാക്കളായി നിലകൊള്ളുന്നതിനെ നമ്മൾക്ക് അജ്ഞത കൊണ്ട് അവര് ദോഷം ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? ഒരു ട്രാഫിക് പോയിന്റിന് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചോപ്പ് ലൈറ്റ് കത്തിയാൽ നിങ്ങൾ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ ചോപ്പ് ലൈറ്റാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ പോലെയല്ലേ. ചോപ്പ് ലൈറ്റ് ഇൻഫർമേഷൻ തന്നിട്ട് അതനുസരിക്കാനിട്ടല്ലേ. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഇൻഫർമേഷൻ തത്വം ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ ആള് നിനക്കുണ്ടാകുന്ന അനുഭവം, അത് നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിനക്ക് അപകടം പറ്റിയ ചൊവ്വ ഉത്തരവാദിയാണോ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ആ ചുവപ്പ് ലൈറ്റ് ആണ് എന്നെ അപകടം ക്ഷണിച്ചു വരുത്തിയെന്ന് പറയുന്ന പോലെയല്ലേ ചൊവ്വയാണ് എനിക്ക് അപകടം സംഭവിപ്പിച്ചെന്ന് പറയുന്ന അതുകൊണ്ടാണല്ലോ. ഗ്രഹങ്ങൾ ഒന്നും മനുഷ്യന് ദോഷം ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് മനുഷ്യന് മനസ്സിലാവാതെ പോകുന്നത്. ജ്യോതിഷത്തിന്റെ ശരിയായ ശാസ്ത്രം പഠിക്കുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ പൂർവജന്മത്തെ കുറിച്ചാണ് ജ്യോതിഷം നമുക്ക് പറഞ്ഞു തരുന്നത്. ബൈബിളിലെ പഴയ നിയമം മുഴുവനും പൂർവജന്മത്തെ കുറിച്ചാണ്. അപ്പൊ സഭക്ക് ആളെ കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് അത് മുറിച്ചു മാറ്റിയിട്ടാണ് പുതിയ നിയമം അവരുണ്ടാക്കിയത്. എല്ലാ മതങ്ങളും ആദ്യകാലങ്ങളിൽ ഇതൊക്കെയായിരുന്നു ചർച്ച ചെയ്ത്, ഇതൊക്കെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റി ഇനി പുതുതായിട്ട് വീണ്ടും നമ്മൾ ഇതൊക്കെ മനുഷ്യന്മാരെ തീർച്ചയായും പഠിപ്പിക്കണം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ.